ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെല്ലാവരും വ്യത്യസ്തരാണല്ലോ. യഥാർത്ഥത്തിൽ ഈ വെറൈറ്റി ആണല്ലോ നമ്മളെ സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ബോറടി തോന്നാത്തതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഓരോരുത്തർക്കും ഓരോ രീതി, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ, മനോഭാവങ്ങൾ, സാഹചര്യങ്ങൾ, ഇതിനനുസരിച്ച് ലൈംഗികതയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഈ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന പോലെ ലൈംഗികതയിലുമുണ്ട് ആ വ്യത്യാസം. പ്രത്യേകിച്ചും പങ്കാളികൾ തമ്മിൽ ആസ്വദിക്കുന്ന രീതിയിൽ. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്ത്രീ പങ്കാളി ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നാൽ തുറന്ന് പറയാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനോട് അവർക്കൊരു രസമില്ല. എന്നാൽ പുരുഷൻ അത് ചെയ്യുമ്പോൾ ആസ്വദിക്കാറുണ്ട്, വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പുറമേ പറഞ്ഞില്ലെങ്കിലും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പൊതുവേ സ്ത്രീകൾക്ക്. എന്നാൽ പൊതുവേ മിക്കവാറും സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ ലൈംഗികതയിലുണ്ട്. പക്ഷേ അവർ തുറന്നു പറയില്ല, മിക്കവാറും ആൾക്കാർ തുറന്നു പറയാറില്ല. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പുരുഷനെ പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ ഈ കാര്യത്തിൽ, ലൈംഗികതയുടെ കാര്യത്തിൽ അതത്ര രസകരമല്ല. എന്നാൽ പുരുഷന് ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുകയും ചെയ്യും. പക്ഷേ പറഞ്ഞ് ചെയ്യിപ്പിച്ച ആ ഒരു ആസ്വാദന രീതി പലർക്കും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചില സമയത്ത് പങ്കാളി അവരോട് ആർത്തിയോടെ സമീപിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ പുരുഷന് കളിക്കണമെന്നൊരു ആർത്തി വരുമ്പോൾ അവർ കാണിക്കുന്ന ചില പ്രകടനങ്ങളുണ്ടല്ലോ ഇതിനകത്ത്, ഇത് പങ്കാളിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളിക്ക് പൊതുവേ ഇങ്ങനൊരു അവരോടൊരു ആർത്തിയുണ്ട് അല്ലെങ്കിൽ ഒരു ആവേശമുണ്ട് എന്ന് അറിയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ സമയത്ത് പുരുഷൻ കാണിക്കുന്ന ഓരോ വികൃതികളും അവരാസ്വദിച്ച് തന്നെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വികൃതികൾ, കൊച്ചു കൊച്ചു വികൃതികൾ പുരുഷൻ ചെയ്യുന്നത് സ്ത്രീക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പങ്കാളി ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷേ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല. ചില പുരുഷന്മാരങ്ങനല്ലേ, പ്രൈവസി ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് കിട്ടുന്ന ചില അവസരങ്ങളിൽ അവരെ തൊടാനും പിടിക്കാനും ഒക്കെ ചെല്ലും. അതുപോലെ ഈ കളിക്കുന്ന സമയത്തൊക്കെ ചില ഭാഗങ്ങളിൽ അമർത്തി പിടിക്കുന്നത് അവർക്കിഷ്ടമാണ്. ഉദാഹരണത്തിന് നിതംബത്തിൻ്റെ ഭാഗത്ത്. എന്നുവെച്ചാൽ തുറന്നു പറഞ്ഞാൽ ഇപ്പം സ്നേഹത്തോടെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ പുരുഷൻ്റെ കൈ എങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത് അവർ പറയില്ല. എന്നാൽ എവിടേക്കോ ആ കൈ ചെല്ലണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അതിനകത്ത് ഇങ്ങനെ പിടിക്കണമെന്നും അതിങ്ങനെ കുലുക്കണമെന്നൊന്നും അവർ പറയില്ല, പക്ഷേ അവർ ആസ്വദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന രീതികൾ ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിൽ വരുന്നുണ്ടോ? നിങ്ങളുടെ പങ്കാളിക്ക് ഏതാ ഇഷ്ടം, അവർ പുറമേ പറയാത്തത്, എന്നാൽ നിങ്ങൾ ചെയ്യുമ്പം ഇഷ്ടത്തോടൊക്കെ അത് ആസ്വദിക്കുന്നത്? അതുപോലെ തന്നെ പുരുഷൻ്റെ മുഖം കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില സ്ഥലങ്ങളിൽ മുഖമൊക്കെ കിട്ടി ഇങ്ങനെ വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പുരുഷനെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. അതുപോലെ ഈ ഓറൽ ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ പുരുഷൻ തനിയെ ചെയ്യുന്നതാണ് ഇഷ്ടം. എങ്കിൽ മാത്രമേ അവർക്ക് തോന്നത്തുള്ളൂ പങ്കാളിക്ക് അവരോട് വലിയ ഇഷ്ടമാണ്, അവരുടെ ശരീരത്തെയൊക്കെ വളരെ ഇഷ്ടമാണെന്ന്. അതുപോലെ ഈ ഫോർപ്ലേ ചെയ്യുന്ന സമയത്തുള്ള ചില സംസാരങ്ങൾ, എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടൊക്കെ പറയുന്നത് പങ്കാളി പറയുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനീ പറയുന്ന എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ, എപ്പോഴും ഇല്ല, ചില സമയങ്ങളിലൊക്കെ ഈ അടിക്കുന്നതിനിടയ്ക്ക് അവർക്ക് ചില അസ്വസ്ഥതകൾ തോന്നാം, അല്ലെങ്കിൽ അത് ആസ്വദിക്കാതിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പെയിനൊക്കെ തോന്നാം. അപ്പോൾ ഈ സമയത്ത് അവർ കാണിക്കുന്ന ചില റെസ്പോൺസ് ഉണ്ടല്ലോ, അത് പുരുഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. എന്ന് വെച്ചാൽ സുഖത്തിൻ്റെ ആണോ അതോ പെയിൻ്റെ ആണോ എന്നുള്ളത്, രണ്ടും ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. എന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ ശരിക്കും വരാതെയാണ് പ്രവേശിപ്പിച്ചെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് ഫോർപ്ലേയോടൊക്കെ ചെയ്ത് നന്നായിട്ട് ലൂബ്രിക്കേഷൻ വരുത്തിയിട്ട് പ്രവേശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ കാര്യവും സ്ത്രീ പുരുഷനോട് തുറന്നു പറയില്ല. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് രതിമൂർച്ച ഉണ്ടായി, നന്നായിട്ട് ആസ്വദിച്ചു, ചില ദിവസങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുമല്ലോ. അപ്പോൾ ഈ സമയങ്ങളിലും അവർ
ഓപ്പണായിട്ട് അങ്ങ് പറയില്ല ഇന്നെനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, ഇന്ന് അങ്ങനെ ആയിരുന്നു എന്നൊന്നും അവർ തുറന്നു പറയില്ല. പക്ഷേ അവരുടെ റെസ്പോൺസിൽ നിന്നും പുരുഷന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള അവരുടെ സംസാരത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ സ്ത്രീ ആഗ്രഹിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ പ്രകൃതി ആഗ്രഹിക്കുന്ന എന്താണ്? എന്നെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ആളായിരിക്കണം എൻ്റെ പങ്കാളി, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള പങ്കാളിയോട് സ്ത്രീക്കൊരു പ്രത്യേക ആകർഷണവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ പൊസിഷൻസ് ഇങ്ങനെ പരീക്ഷിക്കുന്നതിനകത്ത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനകത്തൊക്കെ ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ മുകളിൽ കയറി അടിക്കുന്ന രീതിയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടം. എന്ന് വെച്ചാൽ സ്ത്രീയോട് പുരുഷൻ അങ്ങോട്ട് പറയണം. അതുപോലെ തന്നെ നല്ല വികാരമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ, ഗോസിപ്പുകൾ കേൾക്കാൻ, ഹോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ, ഇതൊക്കെ പുരുഷൻ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു സ്റ്റിമുലേഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ് അവരുടെ ബ്രെയിനിൽ. ഇതൊക്കെ സ്ത്രീ ആസ്വദിക്കാറുണ്ട്. പക്ഷേ പുരുഷൻ മുൻകൈ എടുത്ത് പറയുന്നതാണ് ഇഷ്ടം. അതുപോലെ ഈ ഫോർ പ്ലേ പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആഫ്റ്റർ പ്ലേ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ ഈ കളി കഴിഞ്ഞുള്ള സമയത്തുള്ള പുരുഷൻ്റെ സമീപനം ഉണ്ടല്ലോ, അത് അവർ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി മാത്രമാണോ സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈജാക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം തിരിഞ്ഞൊരൊറ്റ കിടപ്പാണ്, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സംസാരമൊന്നുമില്ല. അതുവരെ വന്ന ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു പ്രകടനങ്ങളോ എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പാകുന്നു. എന്ന് വെച്ചാൽ ഉടനെ തന്നെ സീരിയസ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്നു. അതുവരെയുള്ള ഒരു വൈബ് അങ്ങ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ആഫ്റ്റർ പ്ലേയിൽ കുറച്ച് സമയത്തേക്ക് പല കാര്യങ്ങളും പുരുഷന് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് സ്ത്രീ തുറന്നു പറയാറില്ല. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ പല രീതികളുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഇതിനകത്ത് ഈ വെറൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഇതിനകത്ത് വൈഫിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അതിസുന്ദരിയാണ്. പക്ഷേ അവരുടെ ഫാമിലി നല്ലൊരു ഫാമിലിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്തൊരു വൈവിധ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡിന് വൈഫിനോട് ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ അവർ തമ്മിൽ വളരെ സ്നേഹമാണ്, അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ആണ്. പക്ഷേ വൈഫ് അത് ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഈ സെക്സ് സമയത്ത്, ഈ ബന്ധപ്പെടുന്ന സമയത്ത് ഈ വൈഫിന് കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ കൂടുതൽ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെ ഒരു പ്രത്യേക രീതി കാണുന്നതിനോടാണ് പുള്ളിക്കാരിക്ക് താല്പര്യം. എന്ന് വെച്ചാൽ ഈ സമയത്ത് മാത്രം, ഈ പ്രത്യേക സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇച്ചിരി ഹാർഡായിട്ട് പെരുമാറണം, ഇച്ചിരി റഫായിട്ട് പെരുമാറണം. അതാണ് അവരെ കൂടുതൽ ഓർഗാസത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യമൊന്നും ഇത് പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. ആദ്യം കുറേ നാളായിട്ട് പുള്ളി ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ ഇങ്ങനെ ചെയ്യുകയും, അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു പുള്ളിയുടെ ഇനി എന്തെങ്കിലും വിഷയമാണോ, ഇനി ചെയ്യുന്നതിനകത്തുള്ള എന്തെങ്കിലും ഇതാണോ, അതോ ഇഷ്ടക്കേട് കൊണ്ടാണോ എന്നൊക്കെ പല സംശയങ്ങളും അവിടെ തോന്നി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് നെഗറ്റീവ് വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇത് ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത സമയത്തൊരു ചെറിയ തെറിവാക്ക് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാനിതിനകത്ത് പറഞ്ഞു വരുന്ന ഇതാണ്, എന്തെങ്കിലും ഈ വൈവിധ്യങ്ങൾ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഈ സമയത്ത് ഉള്ള ചില ഇമോഷൻസ് ഉണ്ടല്ലോ, അതും ഒരുപക്ഷെ പുരുഷനോട് ഇവർ തുറന്നു പറയില്ല. ഇതിനകത്തുള്ള ചില വെറൈറ്റി രീതികൾ അവർക്ക് ശക്തമായ ഓർഗാസം ഉണ്ടാകാൻ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ചിലർക്ക് നേരെ തിരിച്ചാണ്, ആ സമയത്ത് കൂടുതൽ സ്നേഹപ്രകടനം കാണിക്കുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇതിനകത്ത് ഓരോരുത്തരുടെ രീതി ഓരോ തരത്തിലാണെന്ന്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.